നമ്മൾ ചെന്ന് ചേർന്ന പാർട്ടിക്ക് നമ്മളെ താങ്ങാൻ പറ്റിയോ? അല്ല, ഈ കോൺഗ്രസിലാകുമ്പോൾ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ KPC പ്രസിഡന്റിനെ വിമർശിക്കാം, രാഹുൽ ഗാന്ധി വിമർശിക്കാം, ഒരു കുഴപ്പമില്ല. ഒരുവൻ അവനായി നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ അത് കോൺഗ്രസിലേ പറ്റൂ, വേറെ ഒരു പാർട്ടിയിലും പറ്റത്തില്ല. അവരുടെ കേട്ട സ്വഭാവം കാരണം അത് പറ്റില്ല. അപ്പൊ എന്റെ ചിന്ത, എന്നെ ഒരുത്തം കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഓടിച്ചോ, ഇവിടെ മരിക്കാതിരിക്കുന്ന നീ എന്തുകൂടെ എന്റെ കാല് തല്ലി ഓടിക്കുമെന്ന് പേടിപ്പിക്കുന്നത്? തല്ലി ഓടിക്കടേ. അതായിരുന്നു ആറ്റിറ്റ്യൂഡ്. അതുകൊണ്ട് ആ ആറ്റിറ്റ്യൂഡ് ഇന്നും കീപ്പ് ചെയ്യും. ഈ കോൺഗ്രസിൽ നിന്ന് പിന്നെ നേരെ എങ്ങോട്ട് പോയി? കോൺഗ്രസിൽ ഞാൻ വളരെ സജീവമാണ് സാർ. ഉമ്മൻചാണ്ടി സാറുമായിട്ടൊക്കെ വളരെ വ്യക്തിബന്ധവും പേഴ്സണൽ അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് കവിതയൊക്കെ എഴുതി, നേരിട്ടു നേരായ നേർവഴി കാട്ടിയോൻ, ശക്തിയായി സത്യത്തെ സഹചാരിയാക്കിയോൻ, ഇന്ന് നീ കേരള മുഖ്യനായി വാണിടും, ഭാരത നെറുകയിൽ നാളെ ചെന്നെത്തിടും, ഒപ്പം നടന്നവർ കൂടെ ചിരിച്ചവർ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച നാളിൽ പിന്നെ ആരോപണത്തിന്റെ കുരമ്പുകൾ കൊണ്ട്, അങ്ങനെയൊക്കെ കവിതയൊക്കെ എഴുതി അദ്ദേഹം കിട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഞാൻ പറയും, പാർട്ടി പ്രവർത്തിക്കുമ്പോൾ എല്ലാം പാർട്ടിയുടെ ഒരു അടിമയായിട്ടൊക്കെ വേണം നിൽക്കാൻ. ഞാനൊരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇന്നൊരാളെ മത്സരിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെന്നും, കോട്ടാത്തലയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അദ്ദേഹം വരാൻ പാടില്ല, അത് എൻ്റെ മാത്രമല്ല എൻ്റെ നാട്ടിലെ കോൺഗ്രസ്സുകാരുടെ മൊത്തത്തിലുള്ള താല്പര്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുവന്നേ പറ്റൂ എന്ന് സാമുദായിക സംഘടന നേതൃത്വത്തിൽ പറഞ്ഞപ്പോൾ, സാമുദായിക സംഘടന അല്ല പാർട്ടിയുടെ കാര്യം തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ കാര്യം പാർട്ടി തീരുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ സംഘടനയ്ക്കെതിരെ പറഞ്ഞെന്നും പറഞ്ഞ് എന്നെ മാറ്റി നിർത്തണം. അപ്പൊ വാശിയായി. അപ്പൊ ഞാൻ സ്വതന്ത്രമായി മത്സരിച്ചു. ഞാൻ സ്വതന്ത്രമായി മത്സരിച്ചു. സ്വതന്ത്രമായി മത്സരിച്ചു. 1700 വോട്ടായിരുന്നു എനിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ. പാർട്ടിക്കെതിരെ എന്ന് വെച്ചാൽ, പക്ഷേ എന്റെ വോട്ടും പാർട്ടിയുടെ വോട്ടും കൂടെ കൂട്ടിയ ചരിത്രത്തിൽ 60 വർഷങ്ങൾക്ക് ഇപ്പുറം കോട്ടാത്തലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചേനെ. കാര്യം പാർട്ടി വോട്ടുകളിലും അതിന് മുകളിൽ വോട്ട് അദ്ദേഹം പിടിച്ചു. കാര്യം 8 വാർഡിലെ വോട്ട് കൂട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ പാർട്ടിക്ക് കിട്ടിയ വോട്ട് ബ്ലോക്കിൽ പുള്ളിക്ക് കിട്ടിയപ്പോൾ അതിന് മുകളിൽ 1700 വോട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിഷ്പക്ഷമായ ജനതയും മറ്റുള്ളവരൊക്കെ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്ട് നമ്മൾ ഉണ്ടാക്കി. പിന്നീട് പല പ്രാവശ്യം പാർട്ടിയിൽ തന്നെ തിരിച്ചു കയറാൻ വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തു. പക്ഷേ പാർട്ടിക്ക് വേണ്ട. 1700 പ്രതിഭയെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത് മഹാഭാഗ്യമായി കേട്ടോ. അത് ഭാഗ്യമായി. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഏത് പാർട്ടിയിലോട്ട് പോയി? ഈ അടുത്ത സമയത്ത് നമ്മുടെ ആസാമിലെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി പോയി RSS പൊക്കോളാൻ പറഞ്ഞു, അദ്ദേഹത്തെ പോയി കാണാൻ പോയ സമയത്ത് എന്ന് പറഞ്ഞ ആസാം മുഖ്യമന്ത്രി അടുത്ത് ഹേമന്ത് വിശ്വാസ് പറഞ്ഞു. അതേ കണക്ക് ഒരു ചെവിയിൽ എന്റെ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു, നീ BJP പോയി ചേരുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് ഞാൻ ഈ കോട്ടാത്തലെന്ന് പറയുന്ന പക്ക കമ്മ്യൂണിസ്റ്റാണോ സാറ് പറഞ്ഞ രക്സാക്ഷികളുടെ നാടാ. അപ്പൊ നല്ല ചൂറും ചുരുക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ഞാൻ ഒറ്റയ്ക്ക് എത്ര നിൽക്കും? ഞാൻ എന്റെ ആരും പോട്ടെ, ഞാൻ തല്ലുകൊണ്ടോളാം, നോ പ്രോബ്ലം. എന്റെ കൂടെ നിൽക്കുന്ന അടികൊള്ളാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു സംരക്ഷണം കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഞാൻ നിന്നേ പറ്റൂ. ഒറ്റയ്ക്ക് നമുക്ക് നിൽക്കുന്നതിന് ലിമിറ്റ് ഉണ്ട്. അങ്ങനെയാണ് BJP നിൽക്കുന്നത്. പക്ഷേ എനിക്ക് BJPയുടെ ഒരു 1.5 വർഷം 2 വർഷത്തിൽ താഴെ അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് അപ്പം അങ്ങനെ ഈ പറഞ്ഞ ഭാരത് മാതാക്ക് ജയിം വിളിച്ച് പോലീസുകാരുടെ പഞ്ചായത്ത് ഓഫീസിലും ജില്ലാ ഓഫീസിലും പോകാൻ ബുദ്ധിമുട്ടാണ്. അത് ഇന്ത്യക്കാരല്ലയോ? നമ്മൾ ഒരു ഇന്ത്യക്കാരൻ വേറൊരു ഇന്ത്യക്കാരനെ നോക്കി വെല്ലുവിളിക്കുന്നതാണ് ഭാരത് മാതാക്ക് ചെയ്യുന്ന വിളിക്കട്ടെ. അവർ ഇറങ്ങി തിരിച്ചിറങ്ങി വിളിച്ചാൽ പറയും. എനിക്ക് അതൊക്കെ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നീട് മാനസികമായിട്ട് തീരുമാനിച്ചത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണി. സ്പീഡിനേക്കാൾ ഇരട്ടി വേഗത്തിൽ പുറത്തോട്ട് വന്നു. ഞാൻ പ്രവർത്തിച്ചതിന്റെ 10-1 പോലും എനിക്ക്. പിന്നെ മാത്രമല്ല, അങ്ങനെ പ്രവർത്തിക്കാനുള്ള സ്പേസും അവിടെ കിട്ടുന്നില്ലായിരുന്നു. അവര് യുവജന പ്രസ്ഥാനങ്ങളെയൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല. അഖിൽ മാരാർ, നമുക്കിനി ഒരു ഇടവേള വേണം. ബ്രേക്ക്.